നിതിൻ സി ബാബു, മനു സ്വരാജ് എന്നിവരെഴുതി മനു സ്വരാജ് സംവിധാനം ചെയ്ത സിനിമ. ആഹാ, എന്താ ഒരു സ്ക്രിപ്റ്റ്, എന്തൊരു എക്സിക്യൂഷൻ. സാധാരണ ഇങ്ങനെ ഒരു സാധനം, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കി പരിപാടിയെ കൊണ്ടുവരുമ്പോൾ ഇത് അവസാനം എത്തുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് തീർത്ത് വെച്ചാൽ മതി എന്നുള്ള ഒരു സെറ്റപ്പിലായിരിക്കും മിക്ക പടങ്ങളും പോയി തീരണത്. പക്ഷേ ഇതിൽ അവസാനം ഒരു ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ടോട്ടൽ 2 മണിക്കൂറേ ഉള്ളൂ. ഒരു സെക്കൻഡ് പോലും ലാഗ് അടിപ്പിക്കാത്ത ഗംഭീരമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സുള്ള ഭയങ്കര പുതുമയുള്ള ഒരു സ്ക്രിപ്റ്റ്. അത് കോമഡിയുടെ അകമ്പടിയോടെ. അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിൻറ്റേജ് സുരാജ് ഏട്ടൻ്റെ കുറച്ച് പരിപാടികൾ ഇടയ്ക്ക് ഒന്നിരണ്ടടുത്ത് അതെവിടെയോ പിന്നി പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ട് പുള്ളിക്ക് ഇപ്പോഴും അത് സംഭവം പറയാം. നമ്മളെ ദശമൂലം ദാമു ടൈപ്പ് സാധനങ്ങൾ ചെയ്യാനുള്ള കാലിബർ ഇപ്പോഴും ഉണ്ട്. ചിലർക്ക് വയസ്സാകുമ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോകും. പക്ഷെ ഇങ്ങനെ ആ സാധനം ഉണ്ട്. അത് ആരും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തപ്പെടുന്നത്. ഇതിലൊരു പരിധി വരെ പുള്ളിയുടേതായിട്ടുള്ള കോമഡികൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ മെയിൻ കഥാപാത്രങ്ങൾ 3 പേര്: ഷറഫുദ്ദീൻ, സുരാജ്, പിന്നെ നമ്മുടെ ഫാലിമിയിലുള്ള ചെറുക്കൻ സന്ദീപ് പ്രതാപ്. ഇവരുടെ 3 പേരുടെ പെർഫോമൻസ് ആണ്. ഇതിൽ ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഒരു ഫാൻറ്റസി പരിപാടിയൊക്കെയാണ്. അതിനെ തുടർന്ന് അതിൽ എന്തൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്യാം, എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാം, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്ത തരത്തിലൊക്കെ അവർ ചിന്തിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ത്രൂ ഔട്ട് നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങൾ സിനിമയിലുണ്ട്. ഇവരുടെ കൂടെ തന്നെ അരുൺ പ്രദീപ് ഉണ്ട്. അരുൺ പ്രദീപ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയാമെന്ന് വിചാരിക്കണ ഒരു മണ്ടൻ ക്യാരക്ടർ. ഗംഭീരമായിട്ട് 1-2 പൊട്ടി ചിരിപ്പിച്ചിട്ടുണ്ട് അരുൺ പ്രദീപ്. സുരാജ് 1-2 പൊട്ടി ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെ ഫസ്റ്റ് ഹാഫിൽ എൻഡ് ആകുമ്പോൾ ഒരു സാധനം, ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടുവച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇവർ ചെയ്തിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലടേ. അതിൽ നമ്മൾ തന്നെ പലപ്പോഴും കൺഫ്യൂഷൻ ആയിപ്പോകും, ഇത് എന്താണ് സംഭവം. പക്ഷെ അത് അങ്ങനെ നമുക്ക് തലപ്പാന്തെടുപ്പിക്കാതെ വളരെ അത് മൈൽഡായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ കോൺഫ്ലിക്ട്സ് കുത്തിക്കയറ്റി നശിപ്പിക്കാതെ നല്ല രീതിയിൽ നമുക്ക് സമാധാനപൂർവ്വം കണ്ടു തീർക്കാൻ പറ്റുന്ന, നല്ല ഫണ്ണായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് പടക്കളം. പുതുമ ഇവിടെ കഥകൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ആരും കണ്ടെത്തുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അഥവാ എക്സിക്യൂട്ട് ചെയ്താലും ഒരു പരിധി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അത് കൈവിട്ട് പോകുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടടുത്ത് ചിരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അളിയുണ്ട്. എന്നിരുന്നാലും ആ വൈബിൽ പോകുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ കുറച്ചടുത്തൊരു ലോജിക്ക് 1-2 ചെറിയൊരു എന്ന് പറഞ്ഞാൽ മദ്യപാനം അറിയാൻ പറ്റുന്നുണ്ട്, എന്നാൽ പിന്നെ വേദന അതുപോലെ അറിയാൻ പറ്റൂലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കോളേജിൽ ഇതൊക്കെ നടക്കോടെ എന്നുള്ള ഒരു സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫാൻറ്റസി പടമാണ്. തീരെ അങ്ങോട്ട് ലോജിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ കാണിച്ച സാധനങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അത് നന്നായിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പൂജ മോഹൻരാജ് ഉണ്ട്, ഒരു സീനിൽ കിടുവായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ തന്നെ പിന്നെ സാഫ് ബ്രോ ഉണ്ട്. അതുപോലെ വേറൊരു പയ്യ അർജുൻ അജികുമാർ, അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള കോമഡികളും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇഷാൻ ഷൗക്കത്ത്, മാർക്കോയിലെ കണ്ണുകൊണ്ടാത്ത ചെറുക്കൻ, അപ്പോൾ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് പുള്ളിയുടെ. ഷാജു ശ്രീധർ കൂടി ഉണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേശൻ. നമ്മുടെ പ്രേമം, നേരം അതിലൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ ഒരു ക്യാമ്പസ് പടം എടുക്കുമ്പം ആ ഒരു വൈബിൽ പിടിച്ച് നന്നായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. ആർട്ട് മകേഷ് മോഹനൻ അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ആർട്ട് ഡയറക്ടറായിട്ട് വരുന്നത്. മുമ്പ് അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ കോസ്റ്റ്യൂംസ് സമീറ സനീഷ്, മേക്കപ്പ് റോണക് സേവിയർ, എല്ലാം സിനിമയ്ക്ക് വേണ്ടത് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വലിയ പൊടിപ്പും തൊങ്ങലോ ബ്രഹ്മാണ്ട പരിപാടിയൊന്നുമില്ല. ഒരു ചെറിയൊരു കഥ അവരിൽ ഉണ്ടായിരുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒരു തിരക്കഥയാക്കിയിട്ട് നല്ല രീതിയിൽ സംവിധാനം ചെയ്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. വേറെ മറ്റേ ഓവർ മെലോ ഡ്രാമ, ഇമോഷൻ, സെന്റിമെന്റ്സ് ഒക്കെ ആക്കി കൊളാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വൈബ്, ഒരു മീറ്റർ അവർ സെറ്റ് വെച്ചിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകൻ ഈ രീതിയിൽ കണ്ടുപോവുക എന്നുള്ളത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കൺവേ ആയിട്ടുണ്ട്. മിസ്സാക്കണ്ട നല്ലൊരു സിനിമയാണ് പടക്കളം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.